നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ് പുറത്തുവിട്ടിട്ടുണ്ട്. ടോപ്പ് 10 4 മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ചെറിയ കാര്യമല്ല. പോർച്ചുഗൽ മുന്നോട്ട് കയറിയിരിക്കുന്നു, ജർമ്മനി മുന്നോട്ട് കയറിയിരിക്കുന്നു, അതുപോലെ ക്രൊയേഷ്യ മുന്നോട്ട് കയറിയിരിക്കുന്നു, ഇറ്റലി ടോപ്പ് 10 നിന്ന് പുറത്തായിരിക്കുന്നു, നെതർലൻഡ്സ് താഴേക്ക് പോയിരിക്കുന്നു. ഒരു മാറ്റവുമില്ലാതെ അർജൻറ്റീനയും സ്പെയിനും ഫ്രാൻസും ഇംഗ്ലണ്ടും ബ്രസീലും ടോപ്പ് 5 തന്നെ അങ്ങനെ നിൽക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ സ്ഥാനം താഴേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് പ്രധാനപ്പെട്ട ടീമുകളുടെ റാങ്കിങ്. ഒന്നാം സ്ഥാനത്ത് അർജൻറ്റീന തന്നെ തുടരുന്നു. 1885.36 റാങ്കിങ് പോയിൻറ്റുകളാണ് അവർക്കുള്ളത്. രണ്ടാമതാണ് സ്പെയിന്. 1867.09 അവരുടെ റാങ്കിങ് പോയിൻറ്റ്. മൂന്നാമത് ഫ്രാൻസ്, 4 ഇംഗ്ലണ്ട്, 5 ബ്രസീൽ. ഇത് കഴിഞ്ഞ തവണത്തെ റാങ്കിങ്ങും ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു മാറ്റവുമില്ലാതെ ടോപ്പ് 5 അങ്ങനെ തുടരുകയാണ്. അതേസമയം യുവേഫ നേഷൻസ് ലീഗിലൊക്കെ മുത്തമിട്ട പോർച്ചുഗൽ മുന്നോട്ട് കയറിയിട്ടുണ്ട്. 7ാം സ്ഥാനത്തായിരുന്ന പോർച്ചുഗൽ ഇതാ 6ാം സ്ഥാനത്തേക്ക് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി മുന്നോട്ട് കയറിയിരിക്കുകയാണ്. പോർച്ചുഗൽ മുന്നോട്ട് 6ാം സ്ഥാനത്ത്. 6ാമതുണ്ടായിരുന്ന നെതർലൻഡ്സ് താഴേക്കിറങ്ങി 7ാം സ്ഥാനത്തേക്കായിട്ടുണ്ട്. ബെൽജിയം 8ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. അതേസമയം ജർമ്മനി 9ാം സ്ഥാനത്തേക്ക്, 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ജർമ്മനി ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 9ാമതെത്തിയപ്പോൾ 11ാം സ്ഥാനത്തുണ്ടായിരുന്ന ക്രൊയേഷ്യ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 10ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. അതേസമയം നേരത്തെ 9ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇറ്റലി താഴേക്കിറങ്ങി 11ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു. അപ്പോൾ ഇതാണ് ടോപ്പ് 10 സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ. 1 അർജൻറ്റീന, 2 സ്പെയിന്, 3 ഫ്രാൻസ്, 4 ഇംഗ്ലണ്ട്, 5 ബ്രസീൽ, 6 പോർച്ചുഗൽ, 7 നെതർലൻഡ്സ്, 8 ബെൽജിയം, 9 ജർമ്മനി, 10 ക്രൊയേഷ്യ. ഇതാണ് ടോപ്പ് 10. പിന്നെ ഉള്ള പ്രമുഖ ടീമുകളുടെ നോക്കിയാൽ 11 ഇറ്റലി, 12 മൊറോക്കോ, 13 മെക്സിക്കോ, 14 കൊളംബിയ, 15 USA, 16 ഉറുഗ്വായി, 17ാം സ്ഥാനത്ത് ജപ്പാനുണ്ട്. ഏഷ്യയിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന, അതായത് ഏറ്റവും മികച്ച റാങ്കിങ് ഉള്ളത് ജപ്പാനാണെന്നർത്ഥം. 18ാം സ്ഥാനത്ത് സെനഗൽ വരുന്നു, 19 സ്വിറ്റ്സർലൻഡ്, 20 ഇറാൻ. ഇതാണ് ടോപ്പ് 20. ഇനി ഇന്ത്യയുടെ റാങ്കിങ് നോക്കുകയാണെങ്കിൽ താഴേക്ക് വീണിരിക്കുകയാണ്. 127ാം സ്ഥാനത്തായിരുന്നു ഇതിന് മുമ്പത്തെ റാങ്കിങ്ങിൽ ഇന്ത്യ ഉണ്ടായിരുന്നതെങ്കിൽ അത് ഇപ്പോൾ കുറേ കൂടി താഴേക്ക് പോയിരിക്കുന്നു. 133ാം സ്ഥാനത്തേക്ക് ഇന്ത്യ വീണിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.